the show. എങ്ങനെയുണ്ട് രമേശ് ചേട്ടാ നമ്മുടെ ഇതുവരെ ഡാൻസിനെ പറ്റി? നല്ലതായിരിക്കും അല്ലേ? ആണ്, നല്ല ഡാൻസ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിനെ കുറിച്ച് എന്താണ്? ഫണ്ട്സ് അപ്പോൺ എ ടൈം ഈ ചിരി വലിയ പ്രത്യേകത ഉള്ളൊരു സാധനമാണ്. ഏറ്റവും ഹാപ്പിനെസിന്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫോം എന്ന് പറയുന്നത് ചിരിയാണ്. നമുക്ക് ഏറ്റവും എളുപ്പം ഒരു ശബ്ദവുമില്ലാതെ വേറെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ഒരു ഭാഷയും അറിയാത്ത നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലാത്ത ഒരാളോട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന, പങ്കുവെക്കാവുന്ന സന്തോഷം എന്ന് പറയുന്നത് ഒരു ചെറിയ ചിരിയാണ്. ഇനി നിങ്ങൾക്ക് കുറേ ലോട്ടറി അടിച്ചിട്ടാണേലും കുഞ്ഞുങ്ങളുണ്ടായിട്ടാണേലും എന്ത് ചെയ്തിട്ടാണേലും ഈ ലോകത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പം നമ്മുടെ മുഖത്ത് വരുന്നത് ഒരു വലിയ ചിരിയാണ്. അങ്ങനെ പലതരത്തിൽപ്പെട്ട ആകുലതകൾ കൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്ന കാലത്തും അല്ലാതെയുമെല്ലാം ആളുകൾക്ക് മനോഹരങ്ങളായ ചിരി സമ്മാനിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ വഴിയെ വരുന്ന ഒരു പരിപാടിയാണ് ഫണ്ട്സ് അപ്പോൺ എ ടൈം. കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഒരുപാട് മലയാളികളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു അതിഥി ഇന്നും നമ്മളോടൊപ്പമുണ്ട്. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ആ അഭിനേതാവിനെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം കലാഭവൻ പ്രജു. ചേട്ടാ എന്തോ ഒരിക്കൽ കൂടി സ്വാഗതം. സ്വാഗതം ചേട്ടാ, സ്വാഗതം. ഈ നമ്മളൊക്കെ സ്കിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം മുഴുവൻ ഈ സ്കിറ്റുകൾ വളരെ റെയറാണ്. നമുക്ക് അങ്ങനെ ആരെങ്കിലും സ്കിറ്റുകൾ തരില്ല. അല്ലെങ്കിൽ മാത്രമല്ല, നമ്മളൊരു സ്കിറ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ക്ലൈമാക്സും അതിലെ തമാശകളും മറ്റ് പലരും കട്ടുകൊണ്ട് പോകുമായിരുന്നു. അതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻസ് കുറവായിരുന്നു. ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈം തുടങ്ങിയതിന് ശേഷം ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധമില്ലാത്തവർ അല്ലെങ്കിൽ ഈ മേഖലയിലല്ലാത്തവർ, ഒന്നിലധികം തമാശകൾ അറിയാത്തവർ, അവരുടെ ഒരു തമാശ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയുന്നുണ്ട് പലരും, നീ അവിടെ കൊണ്ട് പറഞ്ഞോ, നീ കൊണ്ട് രക്ഷപ്പെട്ടോ എന്ന് പറയുന്നാല് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇന്നൊരു കഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തമാശകളൊക്കെ എവിടെ കിട്ടുന്നുണ്ടോ ഇവിടെ വരുമ്പോൾ? നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ നമുക്ക് ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത്, ഇത് നമുക്കൊരു 2 വർഷക്കാലമായിട്ട് ചിരിയൊക്കെ മാഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇനി ഞങ്ങൾ വന്ന് നമ്മുടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുമെന്ന വാശിയോടുകൂടിയാണ് ഫണ്ട്സ് അപ്പോൺ എ ടൈമിൽ വരുന്ന ഓരോ മത്സരാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല, മത്സരാർത്ഥിയല്ല, പെർഫോമൻസ് ആണ്. അതെ, അപ്പം അവരുടെ ചിരി വളരെ ഗംഭീരമായിട്ട് പോകട്ടെ. ഗംഭീരമായ ചിരികളുടെ വലിയ പങ്കുവെക്കലുകളാണ്. നമുക്ക് അവിടെ പോയിരുന്നു പങ്കുവെച്ചാലോ? തീർച്ചയായും. സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ നിങ്ങളെ കുടുകുട ചിരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിസിപ്പന്റ് വരുന്നു, തോമസ് ഫ്രം കോലഞ്ചേരി. ലെറ്റ്സ് വെൽക്കം തോമസ്. Thomas, you are great. Thank you. Welcome to the show. Thank you. Oh, ചേട്ടാ. തോമസ് എവിടുന്നാ വരുന്നത്? ഞാൻ കോലഞ്ചേരി മറ്റേ കടയിൽ മറ്റേ എവിടെയാ മൂവാറ്റുപുഴ എറണാകുളം റൂട്ട്. കോലഞ്ചേരി മൂവാറ്റുപുഴ എറണാകുളം റൂട്ട്. കോലഞ്ചേരിക്ക് അറിയാവുന്ന സ്ഥലം, റൂട്ടൊന്നും പറയണ്ട, നമുക്കറിയാത്ത സ്ഥലം വല്ലതാണോ കോലഞ്ചേരി? എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ ബിടെക് സെക്കൻഡ് ഇയർ. അതിനിടയിലാണോ ഈ കോമഡിയുടെ വരുന്നത്? അവിടെ നല്ല കോമഡിയാ, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതിന് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നു. അപ്പൊ നൃത്തം എങ്ങനെയായിരുന്നു? ചെറിയ തോതിൽ ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഇവിടെ ചേട്ടന്മാർ, ഞാൻ ഉണ്ടല്ലോ സ്ലോയിൽ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഗ്രൂമേഴ്സ് പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡാന്ന്. അപ്പൊ ഇതും കൊണ്ടെങ്കിലും സ്ലോ ആയിട്ട് വിചാരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തതാ. ചെറിയൊരു സ്ലോയിൽ തുടങ്ങാന്നുള്ളത്. അത് പുതിയ തിയറി. നമുക്ക് നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. നോക്കാം. പ്രചോദിത തോമസെ പൊളിച്ചു. കാര്യം വന്ന് നിന്നപ്പോൾ തന്നെ ഡാൻസിന്റെ എൻഡ് പഞ്ച് ഭയങ്കരമാണ്. കാണിച്ചു ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു സാധനം ഉണ്ട്, അത് തന്നെ അല്ല. അത് വിജയ് ഒക്കെ ചെയ്യാറുള്ള ഒരു ഇനമാണത്. അതാണ് നിങ്ങൾ ചെയ്തത്. മാത്രമല്ല നിങ്ങൾ നന്നായിട്ട് ആടുന്നുണ്ട്. ആടുക ഡാൻസിന് തമിഴിൽ പറയുന്ന ആട, നിങ്ങൾ അതുകൊണ്ട് ഇത് ആട് തോമസ് എന്നറിയപ്പെടും ഇന്നുകൊണ്ട്. നന്നായിട്ടുണ്ട്. കാര്യം സാധാരണ എപ്പോഴും സ്റ്റെഫി അങ്ങനെ വാവ് അങ്ങനെ വെക്കാറില്ല അല്ലേ? ഇങ്ങനെ അപ്രതീക്ഷിതമായ ചില സ്റ്റെപ്പുകൾ കാണാൻ വന്നപ്പോൾ ഞാനും പെട്ടെന്ന് എക്സൈറ്റഡ് ആയി പോയി. വാവ്. തോമസ് പൊളിക്ക്. തോമസ്, ഓൾ ദി ബെസ്റ്റ്. ഹലോ, എൻ്റെ പേര് തോമസ് കെ കല്ലിങ്കൽ. റിമ കല്ലിങ്കലിൻ്റെ ആരുമല്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ജീവിക്കുകയല്ല, മറിച്ച് അതിജീവിക്കുകയാണ്. അപ്പോൾ ഈ അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷ എന്ന പരീക്ഷണത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും.
അപ്പോൾ ഈ പരീക്ഷയുടെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ അടിച്ച ചെറിയ കോപ്പിയടി കഥകളാണ് ഞാൻ നിങ്ങളോട് മുമ്പ് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനെ പറ്റി പറയുന്നതിന് മുമ്പ് ഓഡിയൻസിനോടൊരു കാര്യം പറയാം. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് റൈറ്റ് ടു എക്സ്പ്രഷനാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചിരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ മാക്സിമം ചിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാരനിലേക്ക് തിരിച്ചു വരാം. അവൻ്റെ പേര് മാത്രം ഞാൻ പറയില്ല, കാരണം എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ അവൻ്റെ സ്വഭാവത്തെ പറ്റി പറയാനാണെങ്കിൽ അവൻ ഒട്ടും പഠിക്കില്ലെങ്കിലും നല്ല അലമ്പനായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാർക്കൊക്കെ ഇവനെ വലിയ കാര്യമായിരുന്നു. അതേപോലെ തന്നെ ഇവൻ കുറേ കാലം പുറത്ത് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇനി നാട്ടിലെ രീതികളൊന്നും അധികം പരിചയമില്ല. പരീക്ഷ എടുത്തു. തിങ്കളാഴ്ച ആദ്യത്തെ പരീക്ഷ മലയാളമായിരുന്നു. ഇവന് മലയാളത്തിൻ്റെ ബേസിക് പോലും അറിയില്ല. അതായത് കർത്താവ് കർമ്മം ക്രിയ പഠിപ്പിച്ചപ്പോൾ പൂജാരി അല്ലേ കർമ്മം ക്രിയയും ചെയ്യുക എന്ന് ചോദിച്ചവനാണ് ഇവൻ. പരീക്ഷയുടെ തലേദിവസം ആശാനെ വിളിച്ചു. അളിയാ കോപ്പി അടിക്കണം എങ്ങനെയാടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാധാരണ ആൾക്കാർ കോപ്പി അടിക്കണ ചെറിയ തുണ്ട് പേപ്പറിൽ എഴുതിക്കൊണ്ട് പോയാന്ന് പറഞ്ഞു. അവൻ അതുപോലെ തന്നെ പിറ്റേ ദിവസം വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വന്നു. അവൻ എഴുതിക്കൊണ്ട് വന്നു, എക്സാമിനും കയറി. പക്ഷേ ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് രണ്ടാമത്തെ പീരീഡ് ഉണ്ടായി. രണ്ടാമത്തെ പീരീഡ് എക്സാം ഡ്യൂട്ടിക്ക് വന്നത് രൂപ ടീച്ചറാണ്. ഈ രൂപ ടീച്ചറാണ് ഈ കോപ്പി കണ്ടുപിടിക്കുന്നതിൽ എക്സ്പേർട്ടും. ടീച്ചർ ക്ലാസ്സിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഇവൻ്റെ അടുത്ത് വന്ന് നിന്നു. അപ്പോൾ ഇവൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ ആ തുണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ടീച്ചർ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ വഴി ഇവൻ ആ തുണ്ടെടുത്ത് അവൻ്റെ ഷർട്ടിൻ്റെ പൊക്കലേക്ക് ഇട്ടു. ടീച്ചർ അപ്പം തന്നെ ഫ്ലാഷ് അടിച്ചോളെ തിരിഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, കഴിഞ്ഞില്ലേ, ഇനി ആ സാധനം എടുത്തേ. അപ്പോൾ അവന് മനസ്സിലായി അവൻ കോപ്പി അടിച്ച ടീച്ചർ പിടിച്ചു എന്ന്. അപ്പോൾ തന്നെ തുണ്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത അതേ ടൈമിങ്ങിൽ തന്നെ ടീച്ചർ പറഞ്ഞു, എടോ നിന്ന് തെയ്യം കളിക്കാതെ ആൻസർ പേപ്പർ ആടോ എക്സാം ടൈം കഴിഞ്ഞു. അതായത് ടീച്ചർ എക്സാം പേപ്പർ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ ആ തുണ്ടെടുത്താണ് ടീച്ചറിനെ നേരെ നീട്ടിയത്. അങ്ങനെ അന്നവൻ പിടിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം ഇംഗ്ലീഷാണ്. ഇവൻ കുറേ കാലം പുറത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇവന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം. എങ്കിലും ഒരു കരുതലിന് വേണ്ടി ആ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് മാത്രം അവൻ കയ്യിൽ എഴുതിക്കൊണ്ടുപോയി. എക്സാം തുടങ്ങി. അത്യാവശ്യം അവൻ നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഇവന് ആവേശം കയറി എഴുതി പേപ്പർ തീർന്നുപോയി. ടീച്ചർ എക്സ്ട്രാ പേപ്പർ എന്ന് ചോദിച്ചത് ആ എഴുതിയ കൈ കൊണ്ടായിപ്പോയി. അങ്ങനെ ടീച്ചർ ഓടി വന്ന് അവൻ്റെ കൈ പിടിച്ചു. അതോടെ അവനെ കൈയോടെയും പിടിച്ചു. അതിൻ്റെ അടുത്ത ദിവസം കണക്കാണ്. കണക്കിൽ ഇവൻ കണക്കായതുകൊണ്ട് തന്നെ ഇവന് കോപ്പി അടിക്കാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ ഞങ്ങൾ ഈ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ലോഗ് ബുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആ ലോഗ് ബുക്കിനകത്ത് അവൻ അന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഇക്വേഷൻസും വൃത്തിയായിട്ട് എഴുതിക്കൊണ്ട് വന്നു. എന്നിട്ട് എക്സാമിന് കയറി. അപ്പോൾ ഇവൻ എക്സാമിന് കയറി ആവശ്യത്തിൽ കൂടുതൽ ആ ബുക്കിലേക്ക് നോക്കുന്നുണ്ടപ്പോൾ ഞങ്ങളുടെ സാറിന് ചെറിയ സംശയം തോന്നി. സാർ ആ ബുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി. സാർ ഞെട്ടിപ്പോയി. സാർ അവനോട് അപ്പം തന്നെ ചോദിച്ചു, എടാ നിൻ്റെ അച്ഛൻ്റെ പേര് ശശി എന്നല്ലേ, അല്ല സൈൻ തീറ്റ എന്നല്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജിൽ ഫുള്ള് ഇക്വേഷൻസ് എഴുതി വെച്ചേക്കുമായിരുന്നു. അന്ന് സാറ് അവൻ്റെ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയെങ്കിലും അവൻ അവിടെ തന്നെ ഇരുത്തി എക്സാം എഴുതിച്ചു. പക്ഷേ ഈ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഇവൻ എഴുതിയേക്കണ എല്ലാ ആൻസേഴ്സും ശരിയാണ്. അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അളിയാ നീ ഇന്ന് എങ്ങനെയാണ് കോപ്പി അടിച്ചെന്ന് ചോദിച്ചു. അവൻ കാര്യം പറഞ്ഞു തന്നു. അതായത് അവനിരിക്കുന്ന സീറ്റിന് തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു സീനിയർ, അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഞങ്ങൾ ക്ലാസ് തന്നെ പഠിക്കുന്ന വേറൊരു പെൺകുട്ടി. അപ്പോൾ ഇവനോട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കോക്കിരി കാണിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് ചുണ്ട എനിക്ക് ആൻസർ പറഞ്ഞു കൊടുക്കും. ഇവൻ ഇതേ പ്രതീക്ഷയിൽ അതിൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച പരീക്ഷയ്ക്ക് പോയി. പക്ഷേ അന്ന് അവൻ പ്രതീക്ഷിക്കാതെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ്. സോഷ്യൽ സയൻസിന് ചോദിക്കുന്നത് ഫുൾ എസ്സേകളും വൺ വേർഡ് ചോദിച്ചാൽ തന്നെ കടുകട്ടി വൺ വേർഡ്. അപ്പോൾ അവളവിടുന്ന് ചുണ്ടനക്കുന്നുണ്ടെങ്കിലും ഇവനോട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ ആ നടുക്കിരിക്കുന്ന ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അവൾ എന്താ പറയണേന്ന് കേട്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ആ നടുക്കിരിക്കുന്ന ചേട്ടൻ ഞാൻ നോക്കുമ്പോൾ ഒരു മരം വെട്ടിയിട്ട് പോലെ അവളെ നേരെ അങ്ങ് ചെരിഞ്ഞു. ഇത് ഫ്രണ്ടിൽ ഇരിക്കുന്ന ടീച്ചറും ഉണ്ട്. ടീച്ചർ ഓടി വന്നു, എന്താ അവിടെ നടക്കണേ എന്ന് ചോദിച്ച വഴി മൂന്ന് ഒരൊറ്റ ടൈമിൽ ഉത്തരം പറഞ്ഞു. ഒരാൾ ടീച്ചർ പെൻസിൽ ചോദിച്ചാൽ, മറ്റേ ടീച്ചർ റബ്ബർ ചോദിച്ചാൽ, അതിൻ്റെ അപ്പുറത്തെ ടീച്ചർ സ്കെയിൽ ചോദിച്ചത്. പക്ഷേ ആ പിടിക്കപ്പെടലിന് ശേഷം അവനിൽ വലിയൊരു മാറ്റം ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഇവൻ ആരോടും മിണ്ടാതെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ആരോടും മിണ്ടാതെ എക്സാമിനേഷൻ കയറി. ഞാൻ വിചാരിച്ചു വല്ല സന്യാസത്തിനും പോണേന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവസാനത്തെ പരീക്ഷയാണെന്ന് ഓർക്കണം. സയൻസാണ്. സയൻസിൽ കുറേ ഡയഗ്രങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഇവൻ കുറേ പേപ്പറും എഴുതുന്നുണ്ട്, കുറേ എക്സ്ട്രാ ഷീറ്റും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇവൻ കോപ്പി അടിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അളിയാ നീ എങ്ങനെയാണ് കോപ്പി അടിച്ചത്? അവൻ പറഞ്ഞു തന്നു, തലേ ദിവസം സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് അവനൊരു എക്സ്ട്രാ ഷീറ്റ് വാങ്ങി. ആ ഷീറ്റും കൊണ്ട് അവൻ വീട്ടിൽ പോയി. ആ ഷീറ്റിനകത്ത് വീട്ടിൽ വെച്ച് അവൻ ഇന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ഡയഗ്രങ്ങളും വരച്ച് പിറ്റേ ദിവസം എക്സാം ഹോളിൽ കയറി. എക്സാം തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ ആ ഷീറ്റ് തുറന്ന് ആ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ ടീച്ചർ നോക്കുമ്പോൾ അന്നേരം എഴുതിയതായിട്ടല്ലേ തോന്നുള്ളൂ. അങ്ങനെ അവൻ അതിവിദഗ്ധമായി അവസാന ദിവസം കോപ്പി അടിച്ചു. അങ്ങനെ ഞങ്ങൾ പുറത്തായിട്ട് ഇറങ്ങി കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ദൃശ്യത്തിലും ജോർജ് കുട്ടി സ്റ്റൈലിൽ എന്നോട് പറയുകയാണ്, തോമസ് ഇന്ന് ഞാൻ നിങ്ങളുടെ പെരുമ്പാവൂർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അളിയായിന് നിൻ്റെ വീട് ഓപ്പോസിറ്റോട്ട് കോലഞ്ചേരിലല്ലേ? അപ്പം കാര്യം പറഞ്ഞു തന്നു, എടാ ഈ തുണ്ട് ഒരു തെളിവാണ്, ഇത് നശിപ്പിക്കണം. നശിപ്പിക്കുന്നതിന് വേണ്ടി ഇത് 3 കഷ്ണങ്ങളാക്കി ഒരെണ്ണം പെരുമ്പാവൂരും ഒരെണ്ണം സ്കൂളിൻ്റെ ഫ്രണ്ടിലും ഒരെണ്ണം കോളേജിലും വേണം. അപ്പോൾ ഇതിൻ്റെ പ്ലാനൊക്കെ നൈസായിരുന്നു. പക്ഷേ പ്ലാനിന് അധികം നേരം ആയുസും ഉണ്ടായില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ചുരുട്ടിയിട്ട പേപ്പർ തൊട്ട് പുറകെ വന്ന പ്രിൻസിപ്പളിൻ്റെ കയ്യിലാണ് കിട്ടിയത്. പോരാത്തതിന് ഇവൻ പറഞ്ഞ പ്ലാൻ മൊത്തം സാർ കേൾക്കുകയും ചെയ്തു.
അതിൻ്റെ അടുത്ത ദിവസം പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. ആകെ മൊത്തം സീനായി. പ്രിൻസിപ്പൾ ആകെ പക്ഷേ പിടിച്ചത് സയൻസിൻ്റെ പരീക്ഷയ്ക്ക് ആയതുകൊണ്ട് തിങ്കളാഴ്ച സയൻസിൻ്റെ പരീക്ഷയ്ക്ക് മാത്രം റീടെസ്റ്റ് എഴുതാമെന്ന് പറഞ്ഞു കേട്ടോ. ഈ തിങ്കളാഴ്ച റീടെസ്റ്റ് എഴുതാൻ ഇവൻ വന്നു. ഇവനൊരു വാടേ അറിയാൻ പാടില്ല. അന്ന് ആബ്സെൻ്റ് ആയ കുട്ടികളുടെ കൂടെയാണ് ഇവന് എക്സാം എഴുതുന്നത്. ഇവന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ വഴി ഇവൻ കടന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ അന്ന് ഇൻവിജിലേഷൻ വന്നത് ഒരു പാവം പിടിച്ച സാറാണ്. സാറിന് അവനെ കണ്ട് പാവം തോന്നി. സാർ അവനോട് പറഞ്ഞു, എടാ ഫ്രണ്ടിരിക്കുന്നവനെ നോക്കി എഴുതി പാസ്സാവിടാന്ന് പറഞ്ഞ് ആ ഫ്രണ്ടിരിക്കുന്നവൻ്റെ പേപ്പർ എടുത്ത് ഇവന് കൊടുത്തു. ഇവന് ലോട്ടറി അടിച്ചു പോലെ. ഇവന് അത് ഫുള്ള് നോക്കി എഴുതി. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ അവനെ പിടിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈച്ചക്കോപ്പി അടിച്ചു വെച്ചത്, അതായത് പേര് റോൾ നമ്പർ അടക്കം കോപ്പി അടിച്ചു വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം സോഷ്യൽ സയൻസിൻ്റെ പേപ്പർ കിട്ടി. അളിയൻ ജസ്റ്റ് പാസ്. പക്ഷെ അവൻ്റെ അഹങ്കാരം അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. അവന് കുറച്ചുകൂടെ മാർക്ക് വേണമെന്ന് തോന്നി. അവൻ എന്ത് ചെയ്തു, അന്ന് ഉപയോഗിച്ച് അതേ പേന ഉപയോഗിച്ച് ആൻസേഴ്സ് നമുക്ക് അറിയില്ലാതെ അതിനടുത്ത് സ്പേസ് വിടുമല്ലോ, ആ സ്പേസ് വിടുന്ന സ്ഥലത്ത് അവൻ കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതി സാറിൻ്റെ അടുത്തുണ്ട്. സാർ ഇവിടെ കുറച്ചുകൂടെ മാർക്ക് ഇടാനുണ്ടല്ലോ. സാർ അത് നോക്കി. സാർ നോക്കി വിടാൻ്റെ കിട്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉപയോഗിച്ച സെയിം പേനയായിരുന്നു, പക്ഷെ പേനയുടെ ഇങ്ക് മാറിപ്പോയി. അങ്ങനെ അന്നും അവൻ പിടിക്കപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം മലയാളത്തിൻ്റെ പേപ്പർ കിട്ടി. ഇവിടെ ഞാൻ പറയുന്നതിനേക്കാളും കോമഡി ആ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നു. ടീച്ചർ അത് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ 5 മാർക്കിൻ്റെ കവിതയൊക്കെ എഴുതാൻ പറഞ്ഞപ്പോൾ എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നോട് കൂടെ പോരു പെണ്ണെ എന്നൊക്കെ പറഞ്ഞ പാട്ടിൻ്റെ വരികൾ അവൻ എഴുതി വെച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഇംഗ്ലീഷിൻ്റെ പേപ്പർ കിട്ടി. ഇവൻ ആകെ കോപ്പി അടിക്കാതെ എഴുതിയൊരു പേപ്പർ ഇംഗ്ലീഷായിരുന്നു. ഇവന് 45 കിട്ടി 50-ൽ. ഇവന് വലിയ സന്തോഷമായി. ഇവനത് വീട്ടിൽ കൊണ്ട് അച്ഛനെ കാണിച്ചു. അച്ഛനെ കാണിച്ച വഴി അച്ഛൻ ചോദിച്ചു, ഇന്ന് ആരുടെ കോപ്പി അടിച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണേ? അപ്പോൾ ഇത്രയും കഥകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരുടെയും കോപ്പി അടിക്കരുത്. കോപ്പി അടിച്ചാൽ അതിന് വലിയ വിലയുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കഥകൾ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ നിന്നും കോപ്പി അടിച്ചാണ്. നന്ദി, നമസ്കാരം. തോമസ് ഗംഭീരമായിരുന്നു. ഇങ്ങനെയൊക്കെ കോപ്പി അടിക്കാൻ പറ്റൂലേ? പിന്നെ ഞാൻ അടിച്ചല്ലേ, എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരിക്കും ഇത് ആരുടെ ലൈഫിൽ ഉണ്ടായതാണ്? എൻ്റെ കൂട്ടുകാരനാണോ അതോ സ്വന്തം? പഠിപ്പിച്ചാണ്, കണ്ണടൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കയ്യിൽ എഴുതിയിട്ടുണ്ടോ? കാണിച്ച ഇപ്പുറത്തെ കയ്യിൽ നോക്കിയോ. നോക്കട്ടെ. ആ സ്റ്റാൻഡപ്പ് കോമഡി കയ്യിൽ എഴുതിക്കൊണ്ട് വന്നേക്കാണ് മൊത്തം. അപ്പൊ തോമസേ സൂപ്പർ ആയിട്ടുണ്ട്. നമുക്കിനി ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ കേൾക്കാം. തോമസ് പറഞ്ഞതിനകത്ത് കുറേ നല്ല തമാശകളുണ്ട് കേട്ടോ. തോമസിന് പക്ഷേ ഇടയ്ക്ക് ഇത് പറഞ്ഞു തീർത്തിട്ട് വേറെ എവിടെയോ പോകാനുണ്ടോ എന്നുള്ള ആ സെറ്റപ്പില്ല പറയുന്നത്. ഇത് വട്ടി പിടിച്ച് തുടക്കം ഒടുക്കമൊക്കെ ഒരുപോലെ നിൽക്കുക. ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അതിനൊന്ന് കെട്ടൂല്ലോ നമ്മൾ. ആ തമാശയൊക്കെ ആയിട്ട് തോമസ് പറഞ്ഞോടെ. അപ്പൊ ടീച്ചർ അവനോട് ചോദിച്ചു. അപ്പൊ ടീച്ചർ അത് പറഞ്ഞു. ടീച്ചർ പറഞ്ഞപ്പോൾ ഇവനെ അന്നും അവനെ കൃത്യമായിട്ട് പിടിച്ചു. വേറൊരു ദിവസം അന്ന് അവനെ പിടിച്ചു എന്ന് പറയുന്നൊരു ക്ലൈമാക്സും വേറൊരു ദിവസം എന്ന് പറയുന്ന ഒരു തുടക്കമാണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കിട്ടൂല. ഇത് ഡയലോഗ് ഞാൻ എവിടെയോ ആരാ പറഞ്ഞത്? ഗ്രൂമേഴ്സ് പറഞ്ഞു ഇത് തന്നെ. എന്നിട്ടും തിരുത്തിയില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. എടുത്തിട്ടുണ്ട് ആദ്യമേ. ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നോണ്ട് എനിക്ക് ഇത് ഫാസ്റ്റിന്റെ പ്രശ്നമല്ല. ഫാസ്റ്റ് അല്ല, ഞാൻ അതാ പറഞ്ഞു. ഒരു സ്കിറ്റ് അങ്ങനെ അന്നത്തെ ദിവസം അവനെ ടീച്ചർ പിടിച്ചു. വേറൊരു ദിവസം അവനിങ്ങനെ ഇത് 2 ദിവസത്തെ കഥ തുടങ്ങുക. അത് കൊണ്ട് പിടിച്ചതും അടുത്തത് തുടങ്ങുന്നതും പ്രസന്റ് ചെയ്തതിനകത്ത് ഇങ്ങനെ ഒരു നേർരേഖയായിട്ട് പോവാ. അതേ തോന്നിയുള്ളൂ. നല്ല തമാശകളാണ് പറഞ്ഞതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ. വന്നപ്പോഴേ ചേട്ടന്റെ പുതിയ സിനിമയുടെ ടൈറ്റിൽ പോലെ പോയി. എന്താ? നോവേ ഔട്ട്. ഇവിടുന്ന് ഒരു വഴിയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും കൊള്ളാം, ഗംഭീര പ്രജേട്ടാ. തോമസ് നന്നായി. തോമസ് പിന്നെ പറഞ്ഞ പോലെ ചെറിയ ടെൻഷൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ആദ്യത്തെ ഒരു വരവിലുണ്ടാകുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ശ്രദ്ധ വിട്ടു പോകുന്നൊരു കാര്യമാണ്. അല്ല, അത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയാൽ മതി. ആ ശ്രദ്ധക്കുറവ് നമുക്ക് ഫീൽ ചെയ്തു. കാരണം തുടക്കത്തിൽ എനിക്കൊന്നൊരു 2 മിനിറ്റൊക്കെ നല്ല റിസൾട്ട് വന്നാലേ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് ചില സാധനങ്ങൾ ഒന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ള അത് വേണ്ട കാര്യം. ഗംഭീരമായിട്ട് പോട്ടെ. നല്ല ടൈമിങ് കാര്യങ്ങളൊക്കെ പൊളിക്കും തോമസ്. ഉറപ്പായിട്ടും എല്ലാ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് കിട്ടിയില്ലേ? പൊളിക്കണം. അടുത്ത പ്രാവശ്യം വരണം കേട്ടോ. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2-ലെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മളെ കുടുകുട ചിരിപ്പിക്കാൻ വേണ്ടി എത്തുന്ന പാർട്ടിസിപ്പന്റ് സ്നേഹേഷ് ഫ്രം ചാലക്കുടി. ലെറ്റ്സ് വെൽക്കം സ്നേഹേഷ്. സൂപ്പർ. ഞാനേ 2-3 സ്റ്റെപ്സുകളൊക്കെ ഒന്ന് പഠിക്കാനിരിക്കുവായിരുന്നു. ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൈയടക്കി. അദ്ദേഹം കൈയടക്കി. പുള്ളി തമിഴ്നാട്ടിലായിരുന്നു ജനിച്ചിരുന്നെങ്കിൽ റൗഡി ബേബി പുള്ളി കൊറിയോഗ്രാഫി നടത്തിയാനെ. പേരൊന്നുകൂടെ പറയൂ. സ്നേഹേഷ്. ഉഗ്രം പേര്. ഇതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അത് ഞാൻ വഴിയെ പറയും. സ്നേഹേഷ് എന്നുള്ള പേര് വന്നതിന് പേര് ട്രോളന്മാരുടെ കാര്യത്തിൽ വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്. ഞാൻ പണ്ടേ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ അടുത്ത കാലത്ത് ട്രോളുകളിൽ വളരെ ആക്റ്റീവായിട്ട് വരാറുണ്ടായിരുന്നു. അതാണ് ഈ ഇഷ് ചേർത്ത് പേരാക്കുക. കലിപ്പേഷ് അല്ലെങ്കിൽ വെട്ടേഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്ന് പറയുന്നതിനിടയിൽ അതുപോലെ വളരെ സ്നേഹമുള്ള ഒരാളാണ് സ്നേഹേഷ്. സ്ഥലം എവിടെയായിരുന്നു സ്നേഹേഷ്? ചാലക്കുടി. എന്ത് ചെയ്യുന്നു ഇപ്പം? ഞാൻ വീഡിയോ എഡിറ്ററാണ്. ഓ,
പിന്നെ സീസണിൽ മേളത്തിന്റെ പരിപാടി ഉണ്ട്, ചെണ്ടമേളം. പിന്നെ തൃശ്ശൂർ രംഗചേതനയിൽ തിയേറ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ. എഡിറ്റിംഗ് എത്ര നാൾ കൊണ്ട് പഠിച്ചു? അതിപ്പോ ഒരു 5 വർഷത്തോളായി. കലക്കി. അപ്പൊ എഡിറ്റ് ചെയ്ത് കാച്ചി കുറുക്കിയ നല്ല കോമഡികൾ ചെണ്ടമേളം പോലെ ഇവിടെ പൊളിക്കണം. ആയിക്കോട്ടെ ചേട്ടാ. സ്നേഹേ ഡാൻസ് എന്തായാലും അടിച്ചു പൊളിച്ചു. മൊത്തത്തിൽ അതിങ്ങനെ കയ്യിലെടുത്തു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ബിജുകുന്റെ ഡാൻസിന്റെ ഫാനാണ്. ബിജുകുന്റെ ഡാൻസിന്റെ സ്റ്റെപ്പുകളാണ് അല്ലേ? കറക്റ്റ് ബിജുകുന്റെ ഡാൻസിന്റെ ആക്ടിവിറ്റി സ്റ്റെപ്പുകളാണ് കാണിച്ചത്. അതുപോലെ ബാക്കിയുള്ള കോമഡികൾ ഇനിയിപ്പം പൊളിച്ചെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്നേഹേഷ്. ഈ പേര് കേൾക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടി ചോദിക്കും എന്ത്? അപ്പോൾ ഞാൻ വീണ്ടും സ്നേഹത്തോടെ പറയും സ്നേഹേഷ്. ഇപ്പം നിങ്ങൾക്കൊക്കെ എന്നോടൊരു സ്നേഹം തോന്നില്ലേ? അത് സ്വാഭാവികമാണ്. എനിക്ക് പേരിട്ടത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പ്രതിഭണ്ണാണ്. അത് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ പുള്ളി എന്നെ ഒരു ദിവസം കാണാൻ വന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്തേക്ക് വളരെ നിഷ്കളങ്കമായി ഒരു ചിരിച്ചു. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇപ്പം ഭയങ്കര സ്നേഹവന്, വലുതാവുമ്പോൾ പുള്ളിക്കും. അങ്ങനെ പുള്ളി എനിക്ക് പേരിട്ടു സ്നേഹേഷ്. പുള്ളി അച്ഛനോട് ചോദിച്ചിട്ടാട്ടെ. അപ്പോൾ ആദ്യത്തെ കുഞ്ഞും അതും ആൺകുട്ടിയായിട്ടും കൂടി ആ അവകാശം പുള്ളിക്ക് മുദ്രപത്രത്തിലുണ്ട് പുള്ളി എഴുതി കൊടുത്തു. അപ്പോൾ ഞാൻ വരുന്നത് ഏതാ നാട് എന്നറിയാലോ, പക്ഷെ ഞാനത് പറയണില്ല. ഒരു പാട്ടങ്ങോട് പാടാം. ചണ്ടിമുണ്ടി കള്ളിമുള്ളാണോടി ചുറ്റോട് ചുറ്റുള്ള ചാപ്പറമ്പ്, ചാപ്പറമ്പിൽ ചെമ്മിനുണക്കണ ജീരൊത്ത് ജീരുനെ കണ്ടേ ഞാൻ. ചീറ്റി നിക്കണ ഈറ്റ പുലി പോലെ ചന്തം കൊണ്ടാണോടി നോക്കണത്. ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടി കരഞ്ഞാനാണ്ടി. അതാണ് നമ്മുടെ മണിച്ചേൻ്റെ സ്വന്തം ചാലക്കുടി. ഞാനും മണിച്ചേട്ടനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാം. പക്ഷേ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും? എന്തെങ്കിലും ക്ലൂ? രണ്ടുപേരും ചാലക്കുടിക്കാരാണ്. അതല്ല, അതിനേക്കാളും വലിയൊരു ബന്ധമുണ്ട്. എന്നെ നാട്ടിൽ മണിന്ന് തന്നെ വിളിക്കാം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. പുള്ളി കലാപവും മണി, ഞാൻ കനാൽപ്പാലം മണി. അത് ചാലക്കുടിക്ക് അടുത്തുള്ള അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കനാൽപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മേളക്കാരുണ്ട്. അതിൽ പെട്ട ഒരാളാണ് ഞാനും. നമ്മുടെ നാട്ടിൽ സീനിയറായിട്ടുള്ള മേളക്കാരൻ, പുള്ളിയുടെ പേര് കുമാരൻ എന്നാണ്. നമ്മളെല്ലാവരും പുള്ളിനെ കുമാരൻ വലിയപ്പെന്ന് വിളിക്കുക. സാധാരണ നമ്മളൊരു സ്ഥലത്ത് പരിപാടിക്ക് ചെല്ലുവാണെങ്കിൽ ഇപ്പം രമേശേൻ്റെ മേഘാഷൊക്കെ ആണെങ്കിൽ അങ്ങനെയായിരിക്കും. മേഘാഷോ രമേഷ് പിഷാരടി നയിക്കുന്ന പ്രചോദനം അങ്ങനെയായിരിക്കുമല്ലോ. പുള്ളിയുടെ പരിപാടി എവിടെ ഉണ്ടെങ്കിലും നമ്മളവിടെ ചെന്ന നോട്ടീസ് ബോർഡിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, മേളക്കാരൻ കുമാരൻ ഇന്നേ ദിവസം മദ്യപിക്കാൻ പാടുള്ളതല്ല. ദയവ് ചെയ്ത് കമ്മിറ്റിക്കാരും പുള്ളിക്ക് മദ്യം കൊടുക്കാൻ പാടുള്ളതല്ല. ഇതാണ് പുള്ളിയുടെ റേഞ്ച്. പുള്ളി സാധാരണ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ ആളാണ്, അറിയാലോ, ഇങ്ങനെ കൊമ്പ് ഊതണേ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കുഴലിന് ആളില്ല. കമ്മിറ്റിക്കാർ പ്രശ്നം തുടങ്ങി. എന്താ ചെയ്യപ്പോൾ? അപ്പോൾ വല്യപ്പൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാമെന്ന്. അതെങ്ങനെ ഇത്? പുള്ളി പറയാണ്, ഒരു കസേര എടുത്തിട്ട് ഒരു കുഴൽ അവിടെ വെച്ചു. ആദ്യം പുള്ളി കൊമ്പൂതും, എന്നിട്ട് ഇത് തോളത്തിട്ടിട്ട് കോഴിലെടുത്തിട്ട് കോഴിലൂതും, പിന്നെ ഇത് ഇവിടെ വെച്ചിട്ട് വീണ്ടും കൊമ്പെടുത്ത് ഊതും. സാധാരണ കലാശത്തിന് ഇത് രണ്ടും ഒരുമിച്ച് ഊതണം. ആ സമയത്ത് പുള്ളി വെറുതെ വീഡിയോ വിളിച്ചിരിക്കും. ഇങ്ങനെ ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ് പുള്ളി. അങ്ങനെ പുള്ളി നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു അമ്പലത്തിൽ പുള്ളി മേളത്തിന് ചെല്ലാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അറിയില്ല പുള്ളിയുടെ ഈ മദ്യപാനം പരിപാടിയൊന്നും. വൈകുന്നേരമായ പുള്ളിക്ക് അടിക്കണം. മേളം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു രക്ഷയില്ല. കമ്മിറ്റിക്കാരെടുത്ത് വെച്ചു, സാധനം ഉണ്ടോയെന്ന് വെച്ചു. അവർ പറഞ്ഞു, ചേട്ടാ ദാ മതിലില്ലേ, അതിൻ്റെ സൈഡിൽ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമായി. പുള്ളി നേരെ ചെന്നിട്ട് അവിടെ നോക്കിയപ്പോൾ ത്രിബ്ലക്സ് റമ്മിൻ്റെ കുപ്പിയിൽ സാധനം ഇരിക്കുക. ഇപ്പുറത്ത് നോക്കി അപ്പുറം കാണാൻ പറ്റില്ല. ഇതാണ് സംഭവം. പുള്ളി എന്നിട്ട് ഒരു വെട്ട് ഗ്ലാസ് എടുത്തിട്ട് ഇതിലൊഴിച്ചിട്ട് വലിച്ചൊരടിയാ. അടിച്ചു കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനും സാധനം കിട്ടിയിട്ട് പുള്ളി ടച്ചിങ്സ് കാണില്ല. നോക്കിയപ്പോൾ അപ്പുറത്ത് ദീപാരായന കഴിഞ്ഞാൽ കർപ്പൂരം കത്തിച്ച് വെച്ചിക്കുക. അത് ഒരെണ്ണെടുത്ത് നാവിലായിട്ട് ഒരു ചവ പുള്ളി ആയിട്ട് അവിടെ നിന്ന് അടി ഒരു റോളിൽ അങ്ങോട്ട് പോയി. പിന്നെ കൂടെ നമ്മുടെ വേറെ മേളക്കാരൻ ചെല്ല. പുള്ളി ചോദിച്ചു, സാധനം എവിടെ ഇരിക്കണം? ദേ അവിടെ ഇരിക്കേണ്ടത് കമ്മിറ്റിക്കാരൻ പറഞ്ഞു. പുള്ളി ചെന്നിട്ട് ഇതുപോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വലിച്ചൊരടിയും റൊറ്റ തുപ്പാണ് പുള്ളി പൂന്നും പറഞ്ഞു. കമ്മിറ്റിക്കാരൻ ചോദിച്ചു, എന്തിട്ട് ചേട്ടൻ വേണ്ടെങ്കിൽ പറഞ്ഞാൽ പറയും സാധനം തുപ്പണമെന്ന്. എടുത്ത് നോക്കി പുള്ളി പറയാ, ഇത് വിളക്കിൽ വയ്ക്കണ എന്നോടോ ഈ സാധനം ഇങ്ങനെ കുടിക്കണേന്ന്. അപ്പൊ കമ്മിറ്റിക്കാരൻ നേരത്തെ പോയ ചേട്ടൻ ഇത് അടിച്ചിട്ടാണല്ലോ പോയെന്ന്. ചെന്ന് നോക്കിയപ്പോ നേരത്തെ അടിച്ചു പോയ കുമാരൻ വലിപ്പം അതിൽമ ചാരിന്നത് ഇങ്ങനെ നാടാ ഈ സാധനം അടിച്ചിട്ട്. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ശശിയേട്ടൻ എണ്ണ കമ്പനി അടുത്താണ്. പുള്ളിയുടെ ബ്രാൻഡ് അംബാസിഡർ ഇപ്പൊ കുമാരൻ വലിപ്പനാണ്. നിന്ന് കത്തും നല്ല തെളിമയോടെ എന്ന് പറഞ്ഞ ബ്രാൻഡും പുള്ളിയുടെ ചിരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. ഇതാണ് ഇപ്പൊ പുള്ളിയുടെ അവസ്ഥ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം താലുണ്ട്. താലം എന്ന് പറഞ്ഞാൽ അറിയാലോ, നല്ല പെൺപിള്ളേരും ഇങ്ങനെ താലൊക്കെ പിടിച്ച് കണ്ട കൊതിയാകും സത്യം പറഞ്ഞു. അവരിങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ബാക്കി കൂടെ ആനത്തിടമ്പെടുത്തിട്ട് ഇങ്ങനെ വരണ്ട്. മൂപ്പരാണ് ഫ്രണ്ടില് ചെണ്ട ഇങ്ങനെ പിടിച്ച് താളടിച്ചിട്ട് പോവാ. ആള് ചെറുതായിട്ട് ഇങ്ങനെ ആടണുണ്ട്. മുണ്ട് കുറച്ചിങ്ങനെ അഴിഞ്ഞു കിടക്കുക. ഇതിലേതൊരു ചേച്ചി
അമ്പലം വലം വെച്ച് പറഞ്ഞ മുണ്ടുമ കയറി ചവിട്ടി. പിന്നെ കാണുന്ന കാഴ്ച ഒരു കാക്കി ട്രൗസർ ഇട്ട് പുള്ളി വലന്തല പിടിച്ച് അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ കിടന്ന് നടക്കാ. പുള്ളി സാധനം പറഞ്ഞില്ല. ഞാൻ നോക്കിയപ്പോ തിടമ്പെടുത്തുക്കണ ആന തിരിഞ്ഞ് നിന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചിരിക്കുക. എന്നിട്ട് ഇത് പോരായിട്ട് പാപ്പാന്റെ തോളത്തൊരൊട്ട തട്ടും. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ കുറച്ച് പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിക്കാകെ വയ്യാണ്ടായി തുടങ്ങി. അപ്പോൾ ആളൊരു ദിവസം കൊമ്പൊക്കെ മേളം പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ജംഗ്ഷനിൽ ഒന്ന് നിൽക്കുക. നോക്കിയപ്പോൾ വെറുതെ ഒരു പണിയില്ലാണ്ട് 4-5 പട്ടികളവിടെ കിടക്കണം. പുള്ളി ഇങ്ങനെ നോക്കി, വെറുതെ അവർ കിടക്കായിരുന്നു. ഒരു കല്ലെടുത്ത് പുള്ളി എറിഞ്ഞു ഈ പട്ടികൾ കുറേ തുടങ്ങി. പുള്ളിക്ക് ഒരു രക്ഷയില്ല. പുള്ളി ആ കൊമ്പെടുത്തു. കൊമ്പെടുത്തിട്ട് ഒരു ഊത്ത് പട്ടികൾ തിരിച്ചു നോക്കിയപ്പോ പട്ടികളും പുള്ളിയും കൂടി അവിടെ ഒരു മേളം കിട്. അങ്ങനെ ആ മേളം ഈ മേളം കഴിഞ്ഞ് പുള്ളി വീട്ടിൽ ചെന്ന്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പ്രായമായി. പിന്നെ ആൾക്ക് അങ്ങോട്ട് ഊതാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ ആളെന്ത് ചെയ്തു, പതുക്കെ താളത്തിലേക്ക് മാറാം. അതാവുമ്പോൾ ഇങ്ങനെ വെറുതെ കക്ഷത്തിലേക്ക് വെച്ച് നടക്കാമല്ലോ പുള്ളിക്ക്. അങ്ങനെ പുള്ളി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ശിങ്കാരിമേളമാണ്. ശിങ്കാരിമേളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ തുള്ളണം, സ്റ്റെപ്പ് ഇടണം, പ്രത്യേകിച്ച് താളക്കാർ. പുള്ളിക്ക് വളന്തല പിടിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ മാറി അടിച്ചു കഴിഞ്ഞാൽ അതെല്ലാവരും അറിയും. പുള്ളി താളം കൊണ്ട് ഇങ്ങനെ വരണം. താളം കൊണ്ടുവന്നുമ്പോൾ ശിങ്കാരിമേളത്തിന് താളക്കാർ സ്റ്റെപ്പ് ഇടാന്ന് പറഞ്ഞാൽ താമര മുട്ട് വിരിക്കുക, വഞ്ചി കുത്ത, കുരിശ്. അത് പള്ളിയിലെത്തുമ്പോൾ പ്ലസ് ആവും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യുക. സ്ഥിരം താമരമുട്ട് ഞാനാ. താമരമുട്ടിൻ്റെ വെളുപ്പുള്ളതുകൊണ്ടോന്ന് അറിയില്ല, എന്നെയാണ് സ്ഥിരം താമരമുട്ട്. ഞാൻ സെൻറ്ററിൽ നിന്നൊക്കെ വിരിഞ്ഞു വരും ഈ പരിപാടി ഇറങ്ങും. ഇതാണ് എൻ്റെ ഒരു അവസ്ഥ. അങ്ങനെ പുള്ളി മേളത്തിന് ഒന്നുക. പുള്ളി താളം പിടിച്ചിട്ട് ഞങ്ങളിരുന്ന് വഞ്ചി കുത്ത. പുള്ളി കൊട്ടൻ ചുക്കാദ്യമേണ് പുള്ളി നടക്കണേ. പുള്ളി ഇരുന്ന് വരുമ്പോഴേക്കും ഞങ്ങൾ എനിക്കും. പുള്ളി ഇങ്ങനെ നോക്കും. വീണ്ടും ഞങ്ങളിരുന്ന് കുത്തും. അപ്പോൾ പുള്ളി വീണ്ടും ഇരുന്ന് വരുമ്പോഴേക്കും ഞങ്ങൾ എനിക്കും. ഇത് 5-6 പ്രാവശ്യം എനിക്ക് അവസാനം ആൾക്ക് പ്രാന്തായിട്ട് താളം വലിച്ചെറിഞ്ഞിട്ട് ഒരു വയസ്സായ ആളോടാണ് നിങ്ങൾ കാണിക്കണത് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്. സാധാരണ പരിപാടിക്ക് പോകുമ്പോൾ കമ്മിറ്റിക്കാരും മേളക്കാരും തമ്മിലാണ് തല്ലുണ്ടാവുക. ഇത് മേളക്കാർ തമ്മിൽ തല്ലുണ്ടായിട്ട് കമ്മിറ്റിക്കാർ പിടിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായി. അത് പുള്ളിയുടെ ഒരിതാണ്. പിന്നെ പ്രായമായപ്പോൾ പുള്ളി ഈ താളവും നിർത്തി. പിന്നെ ആൾക്ക് കൃഷിയിലേക്ക് കടന്നു. അപ്പം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറി പറയാം മുരുങ്ങൂര് ഗേറ്റ്. അതിൻ്റെ അപ്പുറത്ത് പുള്ളിക്കാരന് വലിയൊരു പാടമൊക്കെ ഉണ്ട്. തേവാമ്പൂലാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഒരു അമ്പലത്തിൻ്റെ താഴെയാണ്. ആ വഴിക്കാണെങ്കിൽ റെയിലുള്ളതുകൊണ്ട് ഇരുട്ടില്ല. ആകെ ട്രെയിൻ പോകുമ്പോൾ ഒരു വെളിച്ചം കണ്ടു. പുള്ളി അങ്ങനെ രാത്രി തേവാൻ പോവും. ടോർച്ചും കൊണ്ടാണ് സാധാരണ പോവുക. പുള്ളി ചില സമയത്ത് നടക്കുമ്പോഴേ നമ്മുടെ കാലെന്തെങ്കിലുമൊക്കെ തട്ടും. നമ്മളെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട ചോരയായിരിക്കും. ഇത് ആത്മഹത്യ ചെയ്തിട്ട് ആൾക്കാർ തലേദിവസം ആത്മഹത്യ ചെയ്തിട്ട് ഇത് പുള്ളി വെളുപ്പാങ്കാലത്താണല്ലോ പോണേ. പുള്ളി ഇത് അറിയില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ദിവസം പുള്ളി പോയില്ല വയ്യാണ്ട്. പിറ്റേ ദിവസം പുള്ളി പോയപ്പോൾ ടോർച്ച് എടുക്കാനും മറന്നുപോയി. ആളപ്പോൾ ഇങ്ങനെ റെയിൽ മോഡ് നടക്കുമ്പോൾ അകലൊരു നിഴൽ നിൽക്കണ്. ഇതെന്താന്ന് വെച്ച് വിളിച്ചു വെച്ചിട്ട് മിണ്ടല്ലേ. പുള്ളിക്ക് മനസ്സിലായി ഇത് മറ്റവൻ തന്നെ, പ്രേതറങ്ങിയതാ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവിടെ വെള്ളിയാഴ്ചയാണ് അവിടെ പ്രേതറങ്ങൽ പതിവാ. പുള്ളി അപ്പോൾ വീണ്ടും ഇങ്ങനെ നോക്കി വിളിച്ചിട്ട് കേൾക്കണില്ല. പുള്ളി ടോർച്ചില്ലല്ലോ. പുള്ളി പതുക്കൊന്ന് കുനിഞ്ഞിട്ട് ഒരു കല്ലെടുത്തിട്ട് മെറ്റൽ, റെയിലിൻ്റെ ട്രാക്കിൽ മെറ്റലിന് കുറവില്ല, എടുത്തിട്ട് ഒറ്റ വീക്ക് വഴി എന്ന് പറഞ്ഞ ശബ്ദത്തോടി തിരിച്ചിങ്ങോട്ട് വീക്കണ്. പുള്ളി വീണ്ടും അങ്ങോട്ട് വീക്കി, തിരിച്ചിങ്ങോട്ട് വീക്കണ്. 2-3 പ്രാവശ്യം വീക്കി തിരിച്ചിങ്ങോട്ട് തന്നെ വീക്കാ. പുള്ളി അവിടെ നിന്ന് ഓടി പുള്ളി വീടെത്തി. അങ്ങനെയാണ്ട് ആൾക്ക് പനി വന്നു. ആൾ അയലക്കാരോട് പറഞ്ഞു സംഭവം ഇങ്ങനെയാണ്, അവിടെ പ്രേതമുണ്ട്. നോക്കുമ്പോൾ വെള്ളിയാഴ്ചയാണ്, പ്രേതങ്ങളെ സാധ്യതയുണ്ട്, അമ്പലത്തിൻ്റെ താഴെയാണ്. അയലക്കാർ ഇതെന്താ അറിയാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം 2 പേര് ചെല്ലുമ്പോൾ അവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. സംഭവം ഉറപ്പിച്ചു. തലേദിവസം ആത്മഹത്യ ചെയ്തു. അവരോട് പോയിട്ടില്ല. പോണേക്കാളും മുമ്പ് പുള്ളീനൊന്ന് കണ്ടിട്ട് പോയതാ. സംഭവം മനസ്സിലായി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് തലേ ദിവസം റെയിൽവേക്കാർ കൊണ്ടുവച്ച പുതിയൊരു ബോർഡ് ഇതിങ്ങനെ ഞെളങ്ങിട്ടിരിക്കുക. ഈ സാധനത്തിന് തലയില്ലാണ്ട് ത്രികോണ ഷേപ്പിലാ. പുള്ളിക്ക് ഇതൊരു തലയില്ലാത്ത ആളുടെ പോലെ. പുള്ളി അതുമേക്ക് എറിയും, അതുമ തട്ടി തിരിച്ചിങ്ങോട്ട് വരും. അങ്ങോട്ട് എറിയും, തിരിച്ചിങ്ങോട്ട് വരും. അങ്ങോട്ട് എറിയും, തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ റെയിൽവേക്കാർ ആ കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, ആരത് ചെയ്തതെന്ന്. മിക്കവാറും ഈ എപ്പിസോഡ് കഴിയുമ്പോൾ പുള്ളിനെ പോലീസാ പൊക്കും. പിന്നെ ആളെ കാണണമെങ്കിൽ രമേശേട്ടാ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഡൽഹി പോകണം, തീഹാർ ജയിലിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദാറ്റ്സ് മൈ ടൈം. താങ്ക് യു. സ്നേഹേഷ് അതിഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉത്സവത്തിൽ ഇങ്ങനെ താമര വിടർന്ന പോലെ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2 വന്നിട്ട് ഞങ്ങളെല്ലാവരും വിടർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ വളരെ വളരെ സന്തോഷം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. ഒന്നും എനിക്ക് പറയാനില്ല. രമേശ് ചേട്ടാ, പ്രചോദനം പറയൂ. സ്നേഹേഷേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ ചാലക്കുടിയുടെ കഥ മണിച്ചേട്ടൻ്റെ പാട്ടിലൂടെയും മണിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്നേഹേഷ് അത് വളരെ ഗംഭീരമായിട്ടൊരു പാട്ടിലൂടെ തുടക്കമുണ്ട്. ഗംഭീരമായിരുന്നു. താങ്ക് യു പ്രധാൻ. രമേശ് ചേട്ടാ, ഈ മണിച്ചേട്ടൻ്റെ
റെഫറൻസ് പറഞ്ഞല്ലോ. മണിച്ചേട്ടൻ പറഞ്ഞ് ഇത് മണിച്ചേട്ടൻ്റെ അനുഭവമാണോ ഉണ്ടാക്കി കഥയാണെന്ന് അറിയില്ല. മണിച്ചേട്ടൻ ഞങ്ങളൊരിക്കലും ഇതുപോലെ ഇരുന്ന് വർത്തമാനം പറയുന്നൊരു സദസ്സൊരു തമാശ പറഞ്ഞിട്ട് ഈ ഊതലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഈ പട്ടിയും ഈ ഊത്തുമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ ഈ നടയടയ്ക്കുമ്പോൾ കൊട്ടി പാടുന്ന ഒരാൾ, പുള്ളി ടും 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 ഇതും പാടും. നട തുറക്കാറാകുമ്പോൾ ശംഖെടുത്തിട്ട് ഊതുന്ന ആളുമാണ്. അപ്പം ഇദ്ദേഹത്തിന് വയറിന് സുഖമില്ലാണ്ടായി, ഭയങ്കര വയറിന് പ്രശ്നമായിട്ട്. വയറിന് ഒരു രക്ഷയില്ല പുള്ളിക്ക്. വയറ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിരിക്കുക. അയാളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ 2 മരുന്നൊക്കെ കുഴിച്ചു കൊടുത്തു. 2 ഭക്ഷണം ഇന്ന സാധനങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്താ പണിയെന്ന് ചോദിച്ചു. എനിക്ക് അമ്പലത്തിലാണ് പണി. എന്നതാ പണി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പോകാൻ നേരത്തെ ആ പൊക്കോ. അപ്പോൾ എനിക്ക് പണിക്ക് പോകാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പണിക്ക് പോക്കോ, പിന്നെ ശംഖു ഊതുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാൻ പറഞ്ഞു. രമേശേട്ടാ, നമ്മുടെ ഈ പട്ടിയുടെ മേളത്തിന്റെ കൗണ്ടർ പോലായാലും നമ്മുടെ ഗ്രൂമർ രതീഷാണ് വലിയൊരു നന്ദി പറയാം കേട്ടോ. അത് പുള്ളി പുള്ളിയാണോ പട്ടികളെ നല്ല arrange ചെയ്തത്? പുള്ളി നല്ല ഒരു ഇത് ചെയ്തു. നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു. അതുപോലെ മിഥുൻ ചേട്ടൻ എല്ലാവരും നല്ല help ആയിരുന്നു. നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ഞങ്ങളുടെ ആരെങ്കിലും അണിയറയിലും അങ്ങനെ മോശക്കാരും ഇല്ല. അത് മനസ്സിലായി. ഇന്ന് പേര് കേട്ട ഇപ്പോൾ സിനിമകളിൽ സജീവമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതുപോലെ ഓരോ ഷോകളിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അവരെയൊക്കെ ഗ്രൂം ചെയ്തിട്ടുള്ളതും അവർക്ക് ഇതിൻ്റെ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന രതീഷ് കാരക്കാട്. മിഥുൻ ചേട്ടൻ താൻ വന്ന പോലെ ഞാനും ഹരിയൊക്കെ കൂടെ തന്നെ ചെയ്തൊരു പരിപാടിയിൽ ഇതുപോലെ മത്സരാർത്ഥിയായിട്ട് വന്ന ആ മത്സരാർത്ഥിയാണ് ഇപ്പോൾ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഇങ്ങനത്തെ പരിപാടികൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. താങ്ക് യു. രമേശ് ചേട്ടാ, നമ്മുടെ പാർട്ടിസിപ്പൻസ് ഒക്കെ വളരെ പ്രോമിസിംഗ് ആണല്ലേ? പാർട്ടിസിപ്പൻസ് പ്രോമിസിംഗ് ആയിട്ട് കാര്യമുണ്ടോ? കേസമ്മാമ എന്താ കേസമ്മ? നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തപ്പോൾ എന്താ പറഞ്ഞത്? ലാസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റിന്റെ എൻട്രി കഴിഞ്ഞിട്ടില്ലേ കേസമ്മാമിന്റെ എൻട്രി വെച്ചേക്കുന്നത്? ഇപ്പൊ കയറി വന്നാൽ എങ്ങനെ ശരിയാവും? ഞാൻ ഇപ്പൊ കയറി വരണം, പിന്നെ എപ്പോ കയറി വരണം? എന്റെ ആവശ്യം ഇപ്പൊ എന്താ ആവശ്യം? ചേട്ടന് ആ കറക്റ്റ് എൻട്രി ടൈമിൽ കയറി വന്നാ പോരെ? ഇപ്പോഴല്ല പ്രജോട്ടാ പറഞ്ഞേക്കുന്നത്. സമയം തെറ്റിച്ച് ടൈമിൽ തെറ്റി കയറി വന്നേക്കാണ്. കാരണം ഉണ്ടായിട്ടാ ഞാൻ കയറി വന്നത്. കാരണം എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്നലെ പോലെ സംഭവിച്ച ഞാനെന്താ സംഭവിച്ചു? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇന്നലെ രാത്രി പുള്ളിക്കാരൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചോണ്ട് വണ്ടിക്ക് ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടൊന്നും ചുമ്മാ പറയരുത്. വെള്ളം അടിക്കുന്നൊന്നും ചെയ്തൊന്നുമില്ല. അങ്ങനെ എന്റെ വണ്ടിക്ക് ഇടിച്ചില്ല നിങ്ങൾ ഇന്നലെ രാത്രി വന്നിട്ട്? എന്നൊരു വാക്കൊന്നും അല്ല, ഇടിക്കുമല്ല, ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. നിങ്ങളുടെ വണ്ടിയിൽ എന്റെ വണ്ടി ഒന്ന് ഒരഞ്ഞു. അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഒരു സോറി പറയേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? നിങ്ങളൊരു ഇപ്പൊ പറയാം, സോറി പറയാം. ഇപ്പൊ പറഞ്ഞാൽ മതി. ഇന്നലെ പറഞ്ഞു വരുന്നത്. ഇന്നലെ അവിടെ ഒരഞ്ഞിട്ട് അങ്ങ് പോയതല്ലേ. അപ്പൊ പറഞ്ഞല്ലോ, ഞാൻ വേണം ഇപ്പൊ ഒരു സോറി പറയാം. തെറി പറയണമെന്ന് വെച്ചിട്ട് നടക്കണല്ല. ഒരു തെറി എന്തായാലും അറിയാമോ? എനിക്ക് ആ വിഷമം തീർക്കാൻ വേണ്ടി വന്നോളൂ. അയ്യോ, അങ്ങനെ തെറിയൊക്കെ പറയുന്ന മോശം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടെ? എന്തിന്? ഒരുപാട് തെറി അതിൽ കമന്റ് ആയിട്ട് വരും. പഠിക്കാം. ഒന്നും അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയോ? ക്യാമറ സൈഡ് കുഴപ്പമില്ല ഇല്ലല്ലേ? എന്തെങ്കിലും ഒരു പറഞ്ഞു കുഴപ്പമില്ല. ഞാനത് എന്റെ പൊന്നു മോളെ, ഈ കോട്ടും ഈ ഇതൊക്കെ ഇട്ട് വന്നിട്ട് ഇതായിരുന്നല്ലേ ഉള്ളില് മൊത്തം. ഇതൊക്കെ ഞാൻ ആ മുഖത്ത് നോക്കി എങ്ങനെ പറയാനാണ്? വരണ്ടായിരുന്നു ഇങ്ങോട്ട്. ശരിക്കും ഇങ്ങനെയല്ല പേര് കൊടുക്കേണ്ടത്. തെറി വെർഷൻ 2.0. ചേട്ടൻ ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞേ മാമ? അല്ല, മാമൻ ചോദിച്ചിട്ടല്ലേ ഞാൻ പറഞ്ഞു. എന്ത് പറയണ? ചെയ്ത തെറ്റല്ലേ? തെറി വിട്ടേക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോ. ഞാനത് ഒരഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങിയാൽ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ? ഞാനൊരു സെലിബ്രിറ്റി അല്ലേ? ഞാൻ അവിടെ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? അവിടെ നാട്ടുകാർ വന്നപ്പോ തന്നെ നിങ്ങളുടെ എല്ലാവരും ഇല്ല, നാട്ടുകാർ എന്റെ കൂടെ സെൽഫി എടുക്കും. എന്താ ചിരിക്കണേ? ഈ കോമഡി ഫ്ലോറിൽ പറഞ്ഞിരുന്നെങ്കിൽ നല്ല റേറ്റിംഗ് കിട്ടിയ സെൽഫി എടുക്കും. അതെ, ഇത് എനിക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. ഞങ്ങളുടെ പൾസല്ല,
നിങ്ങളുടെ പൾസ് അവിടെ അവസാനിച്ചാനെ, പൾസ് പോയാനെ അവിടെ ആൾക്കാർ ഇറങ്ങി. പക്ഷേ എന്താ നമ്മൾ ഇത്ര ഒരു മാന്യമായിട്ടൊന്നും ഇടപെടല്ലേ? എനിക്ക് അതേ പറ്റുള്ളായിരുന്നു. അല്ല ഇപ്പോഴും പുള്ളി തന്നെ ന്യായീകരിക്കാൻ പുള്ളി. അല്ല എനിക്ക് ആ സിറ്റുവേഷനിൽ അതേ പറ്റുള്ളായിരുന്നു. അല്ല കേശുമാമ എന്റെ വണ്ടിക്കിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് അല്ലേ? കേശുമാമ ആക്സിഡന്റ് ഒക്കെ സമ്മതിച്ചു, അത് നിർത്താതെ പോയി, ശരിയാണ്, സമ്മതിച്ചു, നമ്മളിപ്പോ സോറി പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേശുമാനെ വണ്ടിക്കിട്ട് ഇടിച്ചു, അത് പിഷാരയുടെ വണ്ടിയാണ് ഇടിക്കുന്നത്. പിഷാരടി എന്ന് പറഞ്ഞാൽ ആരാ? മോശക്കാരനാണ്, അവതാരകനാണ്, അതുപോലെ തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, അതുപോലെ നടനാണ്, പ്രൊഡ്യൂസറാണ്. അത് ഒരു സെലിബ്രിറ്റിയുടെ വണ്ടി, പിഷാരയുടെ വണ്ടി ഇടിച്ചതാണ്. അത് ചേട്ടന് തന്നെയല്ലേ നല്ലത്? അഭിമാനിക്കണം. നാളെ വണ്ടി കൊടുക്കുമ്പോൾ പറയും പിഷാരയുടെ വണ്ടി ഇടിച്ച വണ്ടിയാ, 2 രൂപ കൂടുതൽ ചോദിക്കാം. പിന്നെ അങ്ങനല്ലേ വേണ്ടേ? അത് അഭിമാനിക്കാം. അപ്പൊ ചേട്ടന് സന്തോഷിക്കണം. ചേട്ടനത് അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട്. ഏതായാലും ചേട്ടൻ കാര്യങ്ങളൊക്കെ ഇത്രയും. ഒരു കാര്യം പറയാം, പിഷാരയുടെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞല്ലോ, ആ വണ്ടി ചേട്ടന്റെ വണ്ടിക്ക് ഇടിച്ചത് ചേട്ടന്റെ ഭാഗ്യമാണെന്ന് കരുതി. എന്റെ വണ്ടിക്കിട്ട് പിന്നെ ഇടിച്ചാ. ഫൺസ് അപ്പോൺ എ ടൈം വേഷൻ 2 ഇന്ന് എക്സലൻസ് അവാർഡ് സെഗ്മെന്റിൽ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്, ഓഡിയോ കാസറ്റുകളിലൂടെയും സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും സജീവമായ നമ്മുടെ സ്വന്തം ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ. സ്നേഹത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം മാർട്ടിൻ ഹരിശ്രീ. മാർട്ടിൻ ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സന്തോഷം, വളരെ സന്തോഷം കണ്ടതില്. എനിക്കതിലുപരി മാർട്ടിൻ ചേട്ടാ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? വിഷു ആൻഡ് പ്രജോത്. സ്റ്റെഫി ഓഡിയോ കാസറ്റുകളിലൂടെ, സിനിമകളിലൂടെ, ടെലിവിഷനിലൂടെ എന്നൊക്കെ പറഞ്ഞു. അതുക്ക് മേലെ ഇതൊന്നും അല്ല മാർട്ടിൻ ചേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? ഏറെ മേഖലകളിൽ, അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഈ ഓണ കാസറ്റുകൾ ഇറങ്ങുന്നതിനകത്ത് കാസറ്റുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാവേലി കൊമ്പത്തും പുട്ടുകച്ചവടമൊക്കെ തമ്മിൽ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ 2 കാസറ്റിലും ഉണ്ടായിരുന്നത്. മാവേലി കൊമ്പത്തിലും ചെയ്യും, പുട്ടുകച്ചവടത്തിലും ചെയ്യും. ബാക്കിയുള്ളവർക്കൊക്കെ വിലക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ചെയ്യുന്നവർ അവിടെ പോരുത്, അവിടെ ചെയ്യുന്നവർ ഇവിടെ പോരുത് എന്നൊക്കെ പറയും. പക്ഷേ ഈ കലാകാരന്മാരെ വിലക്ക് മാറ്റി നിർത്താൻ 2 കാസറ്റുകൾക്കും പറ്റിയിരുന്നില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെടാതിരുന്ന ആളുകളിൽ ഒരാളാണ് ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ എന്ന് പറയുന്ന. 2ലും ഉണ്ട്. പിന്നെ മാർട്ടിൻ ചേട്ടന് വേറൊരു കഥയുണ്ട്. മാർട്ടിൻ ചേട്ടൻ നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാർട്ടിൻ ചേട്ടൻ നേപ്പാളിൽ പടം വരയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അവിടുന്നാണ് മിമിക്രിക്ക് വന്നത്. നാഗാലാൻഡില്. അതറിയോ? അത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് മിക്കവരും പുറത്തു പോകുന്ന കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ KGT ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു ഡ്രോയിങ് മാഷാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ അടുത്ത മേഖല പിടിച്ചു. അത് നാഗാലാൻഡ്. മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡ് അടുത്തെടുത്തല്ലേ. ആ മേഖലയിലേക്ക് കടന്നുകൂടി. അവിടെ ഞാനൊരു ചിത്രകാരനായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ മാർട്ടിൻ ചേട്ടൻ നമുക്ക് ചിത്രകാരനായിട്ട്? കുട്ടികളെ പടം വരയ്ക്കുക, ഡ്രോയിങ് മാഷ്. പക്ഷെ ഞാനൊരു പൂമ്പാറ്റയെ ബോർഡിൽ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുഷ്പം വരച്ചാൽ ആ കുട്ടികളോട് പേപ്പർ എടുക്കുന്നു. അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരു ഡ്രോയിങ് മാഷിന്റെ ഒരു ഉൾപ്പുളകം മനസ്സിലായി കാണുമല്ലോ. എന്റെ പൂമ്പാറ്റ അവർ അത് അതേപടി പകർത്തുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു, പേപ്പർ എടുക്കുന്നു. പക്ഷെ ഞാൻ കണ്ടത് ഭീകരമായി ഞെട്ടിപ്പോയി. വരച്ചിരിക്കുന്ന AK-47, തോക്ക്, പീരങ്കി, ഇതൊക്കെയാണ്. അതാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. പൂമ്പാറ്റ ഒന്നൊന്നുമില്ല. എന്നിട്ട് തോമസ് തോപ്പിൽക്കുടി ചേട്ടൻ കത്തയച്ച് വിളിച്ചു വരുത്തി. അത് അപ്പൊ എന്നെ തോമസ് തോപ്പിൽക്കുടി എന്നെ വിളിക്കുന്നു, നിനക്ക് പറ്റിയ മേഖല അതല്ല, നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പൊ അന്നും മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത്. ജോക്കേഴ്സ് ആലുവ എന്ന് പറഞ്ഞൊരു ട്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്താണ് ഞാൻ അങ്ങോട്ട് പലായനം ചെയ്തത്. പക്ഷെ അങ്ങനെ തിരിച്ച് ഞാൻ പലായനം എന്നുള്ള വാക്കൊക്കെ കുറെ ഈ പരിപാടിയിൽ മാർട്ടിൻ ചേട്ടൻ വന്നില്ലെങ്കിൽ പലായനം എന്നുള്ള വാക്ക് ഈ പരിപാടിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മാർട്ടിൻ ചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നാദൃഷിക്കയുടെ ഗാനമേളയോടൊപ്പം മിമിക്രിക്ക് ഇവരൊക്കെ വന്നപ്പോഴാണ്. ഞാൻ വലിയ ആരാധനയാണ്. കാസറ്റിലൊക്കെ കേട്ടിട്ട് എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടണം, കാണണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം ഇവരെല്ലാം ഒരു സ്ഥലത്ത് കുറേ ആർട്ടിസ്റ്റുകൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു. മാർട്ടിൻ ചേട്ടൻ മാത്രം അല്പം ദൂരം ഒരു പാർക്കുണ്ട്, വെള്ളൂർ പേപ്പർ കമ്പനിയുടെ മോളിലായിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഞാൻ ഇവിടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ അവിടെ വന്ന് കാണിക്കും. അതായത് അവിടെ ആ പാർക്കിൽ ഞാൻ ദൂരെ നോക്കുമ്പോൾ കാണുന്നത് മാർട്ടിൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഡാൻസ് പ്രാക്ടീസ്. അപ്പൊ ഞാനടുത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എക്സർസൈസ് ചെയ്യായിരിക്കും ഓർത്ത് ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു. ഇരുട്ടത്ത് ഞാൻ നോക്കുമ്പോൾ കണ്ടെന്ന് വെച്ചാൽ ആ പാർക്കില് ഒരു വെള്ളം ചീറ്റുന്ന സാധനം ഉണ്ട് നിലത്ത്. അതിങ്ങനെ
ഇങ്ങനെ വെള്ളം ചുറ്റിക്കൊണ്ടിരിക്കുക. മാർട്ടിൻ ചേട്ടൻ ഒരു ഗ്ലാസ്സിൽ സ്മോൾ ഒഴിച്ചിട്ട് വെള്ളം പിടിക്കുക. എന്നിട്ട് ഇതില് ആഹാരം വെള്ളം കിട്ടാൻ വേറെ വഴിയില്ല. എന്നിട്ട് അല്ല അത് പോകുമെന്ന് അറിയാൻ വേണ്ടി ഇതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പരീക്ഷ. മാർട്ടിൻ ചേട്ടന്റെ ഒരുപാട് തമാശകളുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. ഒരു കാര്യം കൂടെ പറയാം വിഷാരടി, നമ്മുടെ ഡെസ്മാഷ് ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായ സമയത്ത്, ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനം ഹിറ്റായ സമയത്ത് പോലും ഈ മാട്ടിൻചാണ്ടൊക്കെ ചെയ്ത സ്കിറ്റുകളാണ് അതിനകത്ത് ഈ പലരും ഡെസ്മാഷ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതൊക്കെ ഒരുപാട് ഹിറ്റായി വൈറലായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കണക്ക് മാഷിന്റെ ഇന്റർവ്യൂ ദിലീപേട്ടനും എനിക്ക് അതിലൊരു സാധനം ഉണ്ട്. അതിനകത്ത് അന്ന് ഈ ഡെസ്മാഷിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്തോ ഊതുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു മാർട്ടിൻ ചേട്ടന്റെ ഒരു മറിയം വന്ന് വിളക്കൂതി അതല്ലേ? അത് അത്തലപുത്ര തവളാക്കി ചുക്കുമറിക്കണ ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി. ഇതിന്റെ ഉപജ്ഞാതാവ് മാർട്ടിൻ ചേട്ടനാണ്. മാർട്ടിൻ ചേട്ടൻ എത്ര വർഷമായി മാർട്ടിൻ ചേട്ടാ ഈ മേഖലയിൽ? ഏതാണ്ട് ഒരു 30 വർഷം അടുത്തായിട്ടുണ്ട്. 30 വർഷമാണ് കൂടുതലായിട്ട്. പിന്നെ മാർട്ടിൻ ചേട്ടന്റെ വേറെ കഥ കേട്ടുള്ളൂ. നമ്മളെല്ലാം ടേപ്പ് റെക്കോർഡർ മേടിച്ചിട്ട് CD മേടിക്കുന്നവരാണല്ലോ. മസ്കറ്റിൽ ഒരു ഷോയ്ക്ക് പോയപ്പം ഒരാള് മാർട്ടിൻ ചേട്ടനെ കണ്ടിട്ട് ഒരു CD കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വെറുതെ കാറ് നിങ്ങൾ എടുത്തോണ്ട് വന്ന പുള്ളി, മിസ്റ്റർ മാർട്ടിൻ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് സലിൽ ചൗധരിയുടെ കുറെ പാട്ടുകളുള്ളൊരു CD ആണ്, ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് ചോദിച്ചു, എവിടെയാ വീടെന്ന് വെച്ചു. മസ്കറ്റിൽ എവിടെയാണ്? എന്നെ ഒന്ന് കട വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. വൈ നോട്ട്? ഞാൻ കാറ് കയറിയിട്ട് പുള്ളിയെ കൊണ്ടൊരു കാറിൽ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് മാർട്ടിൻ ചേട്ടൻ അകത്തോട്ട് പോയിട്ട് ഇത്ര റോല് ടേപ്പ് റെക്കോർഡർ മേടിച്ചുകൊണ്ട് വന്നേക്കുവാണ് ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. CD കിട്ടിയതിന്റെ പേരിൽ ടേപ്പ് റെക്കോർഡർ കാശ് കൊടുത്ത് മേടിച്ച ലോകത്തിലെ ആദ്യത്തെ ആളാണ് മാർട്ടിൻ ചേട്ടൻ. സ്റ്റെഫി, ഈ നമുക്ക് മാർട്ടിൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ അതായത് ആൾക്കാര് ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സംഭവം കത്തനാർ എന്ന് പറഞ്ഞൊരു സാധനമാണ് മാർട്ടിൻ ചേട്ടൻ. അപ്പൊ ഇതിന് ടൈമിംഗ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ മാർട്ടിൻ ചേട്ടൻ ഭയങ്കര ദേഷ്യമാണ്. അത് എൻട്രി വരുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ ഉള്ള ദേഷ്യം, അത് ആ കളിക്കുന്നതിന്റെ ആത്മാർത്ഥത കൊണ്ടാണ്. ആ ദേഷ്യമുള്ള ഒരു സംഭവം തന്നെ ഒരു വലിയ കഥയുണ്ട്. മാർട്ടിൻ ചേട്ടൻ ഒന്ന് പറയാം. മാർട്ടിൻ ചേട്ടൻ ഒരു ഇരിങ്ങാലക്കുട പാരിഷ് ഹാളില് കലാഭവൻ ജോഷി പിടിച്ച പ്രോഗ്രാം, ഒരൊറ്റ ഹാളില് 3 പ്രോഗ്രാം. 11 മണിക്ക് ഒരെണ്ണം, ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഒരെണ്ണം, വൈകിട്ട് 7 മണിക്ക് ഒരെണ്ണം. ഞങ്ങൾ തന്നെ ഒരേ ആൾക്കാർ ഒരേ ഷോ, ഓഡിയൻസ് മാത്രം മാറി മാറി വരും. അതില് ആ സമയത്ത് കത്തനാര് സീരിയൽ ഹിറ്റായിട്ട് മാർട്ടിൻ ചേട്ടൻ ഈ താടിയും മുഖവും മുടിയും ആ ലോഹയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ കയ്യടിയുടെ ബഹളമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പുറകുന്ന് ഓഡിയൻസിന്റെ ഇടവഴിയാണ് ഈ കത്തനാര് വരുന്നത്. ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ പറയും, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അയാൾ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഈ ഷട്ടർ ബാക്കി പൊക്കി കഴിയുമ്പോൾ മാന്ത്രികൻ, മഹാമാന്ത്രികൻ, പാട്ടുണ്ട്, രാത്രിയിൽ സ്ഥിരം യാത്രികൻ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്കി പന്നപ്പുള്ളി. CD വന്നില്ല, CD വീണില്ല, ഒച്ചയില്ല. ഞാൻ ഇത് മാനേജ് ചെയ്യാൻ വള്ളം കളിക്ക് അനൗൺസ് ചെയ്യുന്ന പോലെ അനൗൺസ് ചെയ്യും. അവിടെ തൊട്ട് മാർട്ടിൻ ചേട്ടന് ഒരു രൂപഭേദമുണ്ട്. മാർട്ടിൻ ചേട്ടൻ കത്തനാര് വരുന്നു, പാട്ടില്ല. ഇതാ കത്തനാ. സുഹൃത്തുക്കളെ, പ്രേക്ഷകരെ, നിങ്ങളുടെ ആകാംക്ഷയിലേക്ക് കടിച്ചുകൊണ്ട് ഇതാ കത്തനാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം കൊടുത്തുകൊണ്ട് എന്നെ സ്റ്റേജിൽ നിന്ന് നിർത്താൻ പറഞ്ഞിട്ട് കത്തനാര് പതുക്കെ വടി കഷത്തി വെച്ചിട്ട് കത്തനാര് മാറി. അത് ഹരിശ്രീ മാർട്ടിനായി. ആ ഫ്രണ്ടിലെ സൗണ്ട് ഓപ്പറേറ്റർ CD പ്ലെയറിൽ ഇനി ഞെക്കാൻ ഒരു സ്വിച്ചും ബാക്കിയില്ല. അത്ര ഞെക്കിക്കൊണ്ടിരിക്കുമ്പം അയാളുടെ അടുത്ത് നിന്നിട്ട് ആ വിഗ്ഗൂരി വിഗ്ഗൂരി മിക്സറിലോട്ട് ഒരു അടി അടിച്ചിട്ട് അയാളെ ഒന്ന് സാഷ്ടാംഗം നമിച്ചിട്ട് കത്തനാരാവഴി അങ്ങ് പോയി. മാർട്ടിൻ ചേട്ടൻ നല്ലൊരു ഗായകൻ കൂടെയാണ്. നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാരഡി പാട്ടിന്റെ ഹിറ്റായ മാർട്ടിൻ ചേട്ടൻ പാടിയ ഹിറ്റ് പാട്ടിന്റെ ഏതിൻ്റെയും ഒരു 4 വരി പാടിയ ഗംഭീരാവും. കണ്ടം വച്ചൊരു നോട്ടാണ് ഇത്, പണ്ടേ കിട്ടിയ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ മുഴുവൻ കോട്ടേണ്. കണ്ടം വച്ചൊരു നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഓട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടിൽ മുഴുവൻ ഓട്ടേണ്. തായിപ്പന്മാർ എന്തിന് വെറുതെ ലോകം ചുറ്റി നടക്കുന്നു, നമ്മുടെ നോട്ടിൻ്റെ കൂടി ലോകം മുഴുവൻ കാണാല. സായിപ്പന്മാർ എന്തിന് വെറുതെ ലോകം ചുറ്റി നടക്കുന്നു,
നമ്മുടെ നോട്ടിൻ്റോട്ടെ കൂടി ലോകം മുഴുവൻ കാണാല. കണ്ടിന് വെച്ചൊരു നോട്ടാണ് ഇത്, 5-ന്റെ 10-ന്റെ നോട്ടാണ്. കണ്ടുപോഴൊക്കെ കോട്ടാണ് ഈ നോട്ടിൽ സെല്ലോട്ടേ പാട്. അടിപൊളി. അതായത് സൂപ്പർ. താങ്ക് യു. ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതാണ്ട് അദ്ദേഹം പറഞ്ഞാൽ 30 വർഷങ്ങളായി എത്രയോ ചിരികൾക്ക് കാരണക്കാരനായതിന് അദ്ദേഹത്തിനെ നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈം ടീം ഒന്ന് ആദരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടുപേരെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. തോമസ് ആൻഡ് സ്നേഹേഷ്. ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേരും നമ്മളെ പലതരത്തിൽ ചിരിപ്പിച്ചു. എങ്കിലും കുറച്ചുകൂടെ കൂടുതൽ നല്ല തമാശകൾ വ്യക്തവും കൃത്യവുമായി അവതരിപ്പിച്ചത് ആ മേഖലയിൽ കുറച്ചുകൂടെ പരിചയമുള്ള ഒരാൾ തന്നെയാണ്. സ്നേഹേഷാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത്. അഭിനന്ദനങ്ങൾ. ഒപ്പം തോമസ്. കുഴപ്പമുണ്ടാക്കാൻ വന്ന ഇല്ല പോലെ പോലെ ഒരു സന്തോഷ വാർത്ത. ഇപ്പൊ പുറത്തൊരു ശബ്ദം കേട്ടില്ലേ? ശരിക്കും എന്റെ വണ്ടി കിട്ടിടിച്ചല്ല അത്, പിന്നെ നിങ്ങളുടെ വണ്ടി കിട്ടിടിച്ചത്. എന്റെ വണ്ടി കിട്ടും. പ്രചോദനത്തിന്റെ പുതിയ വണ്ടി കിട്ടിടിച്ചോ? എന്റെ വണ്ടി കിട്ടിച്ചു. ഇടിച്ചിട്ട് അയാൾ നിർത്താണ്ട് പോയാ? പപ്പടവിടെ പോലെ ഉടച്ചു കളഞ്ഞു. അയാളെ സെക്യൂരിറ്റിയോട് പിടിച്ചു നിർത്താൻ പറ. ഇപ്പൊ തന്നെ ആളെ കിട്ടി. ആ ഭാഗ്യവാനെ. ഷരടി എന്റെ വണ്ടി കിടിച്ചപ്പോ എനിക്ക് ചെറിയൊരു ഭാഗ്യമല്ലേ കിട്ടിയുള്ളൂ. ഇത് വലിയ ഭാഗ്യമല്ലോ വന്നേക്കണത്. ഇവിടെ വണ്ടി കിട്ടിച്ചൊരു ഭാഗ്യവാനോ? നിങ്ങളുടെ വണ്ടി കിടിച്ചത് ആരുടെ വണ്ടിയാണ് തിരുത്തിയാണ്? ആരുടെ വണ്ടിയാണ്? കമലഹാസന്റെ വണ്ടിയാണ്. അത് നിങ്ങളുടെ ഭാഗ്യമാണ്, ഭാഗ്യമാണ്. 100% ഭാഗ്യം.